അധ്യായം ഒന്ന് തല കൊയ്ത്തല്ലോ പാമ്പ് അധ്യായം 4 കരഞ്ഞ് വയ്ക്കുന്ന டிரைவருங்களை பார்த்தா உனக்கு என்ன அவ்வளோ அழகாரமா போச்சா? தான் குடும்பத்துக்காக உயிரை கொடுத்து ராப்பகலா உழைக்கிற ஆம்பளைங்கடா நாங்க. எவ்வளோ தூரமானாலும் எந்த வண்டியா இருந்தாலும் வெயில் மழை காத்து எல்லாம் தாண்டி ஸ்டியரிங்க பிடிக்கும் போது எங்களே அறியாம ஒரு தெம்பு இருந்தா ஏறி முடிச்சுட்டு போயிட்டே இருப்போம். ஒரு டிரைவர் மனசுல எந்த அளவுக்கு பலம் இருக்குன்னு தெரிஞ்சுக்கிறதுக்கு உனக்கு தகுதி இல்லை. இன்னொரு தடவை என்கிட்ட டிரைவருங்களை பார்த்தா உனக்கு என்ன அவ்வளோ அழகாரமா போச்சா? தான் குடும்ப വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാരെ ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എന്താണ് ജോലി, എന്താണ് എപ്പോഴും വണ്ടിയിലിരുന്നാണ്ട് വീഡിയോ ചെയ്യണത്, എപ്പോഴും കാറിലാണ്, വീട്ടിലിരിക്കാൻ സൗകര്യമില്ലേ, വീട്ടിലെന്താ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പില്ലേ, എപ്പോഴും എന്താ പുറത്താണ് കറങ്ങി നടക്കലാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യനും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കമൻറ്റ് ഞാൻ റിമൂവ് ആക്കലുണ്ട് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ വരുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. കാരണം എനിക്ക് വേറൊരു ചാനലുണ്ട്, ഷംല സനാസ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ചാനലുണ്ട്. അതിൽ ഞാൻ ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ വ്ളോഗും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യലുണ്ട്. ഈ ഒരു ചാനലിൽ നല്ല റിയാക്ഷൻ ചാനലാണ്. പിന്നെ അതേപോലെ ചോദിക്കുന്നതാണ്, ഞാൻ ഓരോന്നും ചോദിക്കട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇന്നെ അറിയും, കുറേ അതിലുള്ള സബ്സ്ക്രൈബ്സ് തന്നെ. കാരണം കുറേ ആൾക്കാർ ഇതിലുള്ള സബ്സ്ക്രൈബ്സ് ഉണ്ടാവും അതിൽ. പക്ഷേ രണ്ടിലും പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് എന്താണ് ജോലി? എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിലാണ്. ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ്, ഫുൾ ടൈം വണ്ടിയിലാണ്, ഡ്രൈവിങ്ങിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഫുൾ ടൈം വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കണമെന്നില്ല, അതിനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്താണ് ഞാൻ ഈ വീഡിയോസിന് ഇൻട്രോ ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊടുക്കും. റിയാക്ഷൻ ചാനൽ ഈ ചാനലിലുള്ള വീഡിയോസിൻ്റെ എടുക്കലൊക്കെ രാവിലെ റെഡി ആയതിനു ശേഷം ഓഫീസിൽ പോകാൻ നേരത്താണ് ഞാൻ ഇതിന് വീഡിയോ എടുക്കല്. അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ടൈം കിട്ടൂല. കാരണം ഞാൻ വരുന്നത് രാത്രി 7 മണി 7:30 ആവും ഞാൻ വീട്ടിലെത്തുമ്പോൾ. രാവിലെ 9 മണിയാകുമ്പോഴത്തേന് പോകും. അപ്പോഴത്തേന് വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴത്തേന് നമുക്ക് ടൈം കിട്ടൂല. അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ട് വണ്ടിയിലിരുന്നിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഷാൾ ഉണ്ടാവില്ല, ചിലപ്പോൾ നൈറ്റി ആക്കാനും ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ആക്കാനും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ ചാനലിന് വീട്ടിലിരുന്നാണ്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യലുണ്ട്. ഇപ്പം ഇരുന്ന് ചിലപ്പോൾ ചില സമയത്ത് ന്യൂസ് കാര്യങ്ങളും കിട്ടുമ്പോൾ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം വണ്ടിയിലിരുന്ന് ചെയ്യുന്നത് ഒക്കെ. പിന്നെ രണ്ടാമത് പറയുന്നത് റിയാക്ഷൻ, എന്തിനാണ് ഈ ഷോർട്സ് വീഡിയോസിന്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ വീഡിയോസിൽ ഇരിക്കണമെന്ന്. ഷോർട്സ് വീഡിയോസിന്റെ അത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ നമ്മളെ ഫേസ് ഇല്ലാതെ വേറൊരാളെ വീഡിയോസ് ഇട്ടാൽ അത് റീകണ്ടന്റ് യൂസ്ഡ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസിൽ എൻ്റെ വീഡിയോസ്, കാരണം ഞാൻ ഇവിടുന്ന് റെഡി ആയി പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കും. പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും കിട്ടുമ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യലാണ് ചെയ്യല്. പിന്നെ അത് വീഡിയോ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ അതിൽ എഡിറ്റ് ചെയ്ത് കൂട്ടലാണ് ചെയ്യല്. അപ്പോൾ ഇതിൽ മുഖത്ത് റിയാക്ഷൻ ഇല്ല, മുഖത്ത് ചിരിയില്ല, അതില്ല. പക്ഷെ ഞാൻ ചില സമയത്ത് ഇവിടെ നിന്ന് വീഡിയോസ് കുറച്ച് ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് ഓഫീസിൽ പോകുമ്പോൾ ടൈം കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു പ്രതിമയായിട്ട് ഇരിക്കുന്ന വീഡിയോസ് ആയിട്ട് വരുന്നത്. അതത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത് വേറെ ചോദിക്കണത് എന്താ വെച്ചാൽ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കണത് വീട്ടിൽ ആരുമില്ല, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഒന്നുമില്ല. എനിക്ക് ഇക്ക ഉണ്ട്, 4 മക്കളുണ്ട്, 4 മക്കളും ഉണ്ട്, ഇക്കയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇടങ്ങാറായിട്ടാണ് വീഡിയോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ വീഡിയോസിനും കാര്യങ്ങൾക്കും നിൽക്കലുള്ളൂ. ഓക്കെ. അപ്പോൾ റിയാക്ഷൻ ചാനലിൽ നമ്മുടെ ഫേസ് ഇല്ലാതെ വീഡിയോസ് ഇട്ടാൽ അത് റീകണ്ടന്റ് യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം തീർന്നു തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ഏതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വണ്ടിയാണ്, ഇത് ഓഫീസിലെ വണ്ടിയല്ല. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് പോകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കല്. പിന്നെ ഓഫീസിലെത്തിയാലും ഞാൻ ഫുൾ ടൈം കാറിലാക്കാനും ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് എനിക്കുള്ള ജോലി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? കുറേ ആൾക്കാർക്ക് എന്നെ അറിയാത്ത ആൾക്കാരുള്ളതുകൊണ്ട് പറയാം കേട്ടോ.
കാരണം കുറേ കമന്റ് വരുമ്പോൾ ഞാനത് കുറേ റിമൂവ് ആക്കും. മൂക്ക് വീട്ടിലെ പണിയില്ലേ, മൂക്ക് വേറെ പണിയൊന്നുമില്ലേ, ഫുൾ ടൈം വണ്ടിയിലാണല്ലോ, എങ്ങോട്ടാണ് ഈ 24 മണിക്കൂർ ഈ വണ്ടിയിൽ പോകുന്നത്, എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ. അപ്പൊ ഈ വണ്ടിയിൽ പോകുന്നത് എവിടേക്കുമല്ല, ചോദിക്കാനും പറയാനൊന്നും ആളില്ലായിട്ടല്ല, ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞാൽ കാറിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആണ് എനിക്ക്, കാരണം പുറത്തുള്ള സൗണ്ട് വല്ലാതെ കേൾക്കില്ല. ഇതിനുള്ളിൽ നിന്ന് പിന്നെ എപ്പോഴും ചോദിക്കും ഇങ്ങനെ മുഖം തുടക്കണം, കാരണം വണ്ടി അടച്ചിട്ടിട്ട് AC ഇതൊന്നും ഓൺ ആക്കാതെ അടച്ചിട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ വിയർത്ത് കുളിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ പെട്ടെന്ന് വിയർക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ മുഖം തുടക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. വീട്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടല്ല, വീട്ടിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ റെഡിയായി പുറത്തിറങ്ങുമ്പോഴാണ് വീഡിയോസും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറ്റേ ചാനലിലും ഞാൻ ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട്. ഇനി കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോക്കുക. ഷംല സാനവാസ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇതിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാത്ത ആൾക്കാർ ആ ചാനലിൽ നിന്ന് പോയി കണ്ടാൽ മനസ്സിലാവും ഞാൻ ആരാണ്, എന്താണ്, ഏതാണെന്നുള്ളതൊക്കെ അതിൽ മനസ്സിലാവും. ഇതിൽ എന്നെ അറിയാത്ത കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ, ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.